ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചെന്നിമല കോവിലിൻ്റെ അവസാന വീഡിയോ ആയിട്ടാണ്. അപ്പം ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഒരു 5-6 മാസം മുന്നേ പോയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഒരാഴ്ച പോയതിൻ്റെ വീഡിയോയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ മുരുകനെ കണ്ടു കഴിഞ്ഞതിൻ്റെ ഉടനെ പിന്നെ കുറച്ച് മേലോട്ട് കയറി പോകണം. മുരുകൻ്റെ ഭാര്യയായ വള്ളിദേവിയെ തൊഴാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതും മുരുകൻ തന്നെ ഇരിക്കുന്നത് ഒരുപാട് മേലെയാണ്, മലേൻ്റെ മുള അതിലും മേലെയാണ് വള്ളിദേവി ഇരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്രയോ ഇവിടെയാണ് കേട്ടോ വള്ളിദേവി ഇരിക്കുന്നത്. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഈ ഒരു അമ്പലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യ ഇല്ലാത്ത കാലത്ത് അന്ന് കൊടും കാടാണ് ഇതെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അന്ന് ഇത്രയും നല്ല ഗംഭീരമായിട്ട് അല്ലെങ്കിൽ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അമ്പലമാണിത്. അപ്പം അന്ന് അതെങ്ങനെ സാധിച്ചു എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ. കാര്യം അത്രയും കട്ടിയുള്ള കരിങ്കല്ലുകളാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ വീഡിയോസിന് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഞങ്ങൾ എത്രയോ മുകളിലാണ്. അപ്പോൾ അവിടുന്ന് വള്ളിദേവിയെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ഇവിടെ ചെന്നിമല മുരുകനെ പ്രതിഷ്ഠിച്ച ഒരു മുനിവര്യൻ തപസ്സിരുന്ന ഗുഹാൻ്റെ അവിടെ കണ്ടു. ഇതാണ് ഗുഹ. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അതിൻ്റെ അടിയിലേക്ക് ആണ് ഗുഹ. അവിടെ ക്ലോസ്ഡ് ആണ്. അപ്പം ഇത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. ഇവിടെ തപസ് ചെയ്തിട്ടാണ് ഈ മുനിവര്യൻ ചെന്നിമല മുരുകനെ പ്രതിഷ്ഠിച്ചത്. ഇവിടെ സ്വയംഭൂവായിട്ടുണ്ടായ മുരുകനാണെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പം നമ്മൾ അവിടെയും തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി. അപ്പം എത്രയോ നടക്കാനുണ്ട് കേട്ടോ. നടന്ന് കയറുകയാണെങ്കിൽ നമ്മളിപ്പം വണ്ടിയിൽ പോയിട്ട് മുരുകനെ കണ്ടാലും മുരുകൻ്റെ അടുത്ത് നിന്ന് വള്ളിദേവിനെയും പിന്നെ മുനിവരനെയും കണ്ട് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങും. പിന്നെ ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം. ഞങ്ങൾ അന്ന് ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ വന്നപ്പം ഇവിടെ ഒന്നും ഷീറ്റില്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഇപ്പം ഒരുപാട് സ്ഥലങ്ങൾ ഷീറ്റ് വെച്ചിട്ട് ഫുള്ള് ക്ലോസ് ആക്കിയിട്ടുണ്ട്. കാര്യം അവിടെ വരുന്ന ജനങ്ങൾ ഭക്തന്മാരെ കയ്യിൽ നിന്ന് കുരങ്ങന്മാർ എല്ലാം തട്ടിപ്പറിച്ചു ഓടുമായിരുന്നു. ഇതിന് മുന്നേ ഞങ്ങൾ പോയപ്പോൾ ടിങ്കിൻ്റെ കയ്യിൽ നിന്ന് വാട്ടർ ബോട്ടിൽ തട്ടിപ്പറിച്ചു ഓടി. അവൾ നല്ല പേടിച്ചു. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടായിരിക്കണം ഇതുപോലെ ഷീറ്റ് ഇട്ടത്, കവർ ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ തൊഴുതിറങ്ങി നോക്കുമ്പോൾ പിന്നെ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നല്ല സമയത്താണ് തൊഴുതിറങ്ങിയത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെ നമ്മുടെ ഈ തമിഴ്നാട് ക്ഷേത്രങ്ങൾക്ക് എന്താ പറയുക, പറഞ്ഞറിയിക്കാനാവാത്ത ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും ക്ഷേത്രങ്ങളെ വീഡിയോസായിട്ട് വരും. ഇതിൻ്റെ സ്ട്രക്ചർ തന്നെ നമുക്ക് നല്ല അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് പ്രതീക്ഷിക്കാം. ഇവിടെ ഈറോഡ് താമസിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ ക്ഷേത്രങ്ങളുടെ പല പല സ്ട്രക്ചറുകളായിട്ടും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പം ഇവൻ്റെ ഒരു എന്താ പറയുക ക്യൂട്ട് പോസോട് കൂടി നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.